ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ടുദിനെ ഒരു ഓണം ലുക്ക് നമ്മൾ 2 ദിവസം മുന്നേ ഒരു ഓണം ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നും അതെ നമുക്കൊരു ഓണം ലുക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സിമ്പിളാണ്, ഒരു നാടൻ ലുക്കാണ് കേട്ടോ ഒന്ന് ചെയ്യണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പോൾ ഇട്ടേക്കണ ഈ ഒരു മാക്സി ഉണ്ടല്ലോ, ഇത് എനിക്ക് ലിസ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. ഇതും പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെയുള്ള മാക്സികൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉടുക്കാൻ പോകണ സെറ്റുമുണ്ട്. അപ്പോൾ ഈ സെറ്റുമുണ്ട് എടുത്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇതെൻ്റെ അമ്മയുടെ നിന്ന് അടിച്ച് മാറ്റിയൊരു സെറ്റുമുണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സെറ്റുമുണ്ടാണ്. നല്ലൊരു പർപ്പിൾ കളർ വരുന്നൊരു, പർപ്പിളല്ല, ഒരു നീല കളർ വരുന്നൊരു എന്താ പറയുക അടിപൊളി സെറ്റുമുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഒരു ചെറിയൊരു പഫൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചേക്കണത്. അപ്പോൾ ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യണത്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അത് കാരണം നേരിട്ട് പൗഡറാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ മറ്റേ കോസ്റ്റ്ലി ആയിട്ടുള്ള പൗഡറൊക്കെയാണ് യൂസ് ചെയ്യണത്. നമ്മൾ സെഡിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കൺമഷിയാണ് കേട്ടോ. ഇത് ജയ്ക്കാജലാണ്. അപ്പോൾ എൻ്റെ കയ്യിലെല്ലാ പ്രൊഡക്റ്റുകളും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടറിയാലോ, നമ്മൾ വലിയ റിച്ചാണ്. അപ്പോൾ അതാ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐലൈനറും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു കണ്ണെഴുതണമെന്നൊരാഗ്രഹം. കണ്ണെഴുതുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. നാടൻ ലുക്ക് എന്ന് പറയുമ്പോൾ അതിൽ കണ്ണെഴുത്തിന് ഒരു വലിയൊരു എന്താ പറയുക ഒരു പങ്കുണ്ടല്ലോ. പണ്ടത്തെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതിൽ വേറെ ലിപ്സ്റ്റിക്കും പുട്ടികളൊന്നും ഇല്ലെങ്കിലും അതിൽ കൺമഷിക്ക് ഒരു ഭയങ്കര പങ്ക് തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാനും ഇപ്പോൾ എനിക്ക് കുറച്ച് മടിയാണ് കണ്ണൊക്കെ എങ്ങനെയും പോകുമ്പോൾ എപ്പോഴും എഴുതാനായിട്ട്. പക്ഷേ ആദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ണെഴുത്ത് മെയിനായിരുന്നു. അത് കഴിഞ്ഞതാ ഞാൻ എൻ്റെ കണ്ണെഴുത്ത് ഒരു ചെറിയ രീതിയിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് ആർഭാടാക്കിയിട്ടൊന്നും എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ശിങ്കാറിൻ്റെ ഈ കളർ പൊട്ടുകളില്ലേ, അതും അത് നമ്മുടെ പണ്ടത്തെ കാലത്ത് നമുക്ക് സ്വർഗ്ഗമായിരുന്നു. ഈ ഒരു ഡപ്പി എന്താ പറയുക ചാന്ത് കിട്ടിക്കഴിഞ്ഞാൽ. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കളറുള്ള ചെറിയ ചാന്താണ് കേട്ടോ. ഇതിലും വലിയ റൗണ്ടിലുള്ളതുണ്ട്, കുറേ കളറുകളായിട്ടുള്ളത്. അതിന് ഞാനൊരു എന്താ പറയുക ഒരു ബ്രൗൺ അല്ല, ഒരു കരിഞ്ഞ മെറൂൺ കളർ എടുത്തിട്ട് ഞാൻ ഒരു ചെറിയ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഒട്ടുപൊട്ട് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഒട്ടുപൊട്ട് കുറച്ചും കൂടി വലിപ്പമുള്ളതാണ്. അത് കഴിഞ്ഞിട്ടൊരു വൈറ്റ് കളറ് നമ്മളിങ്ങനെ എന്താ പറയുക ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിയിലിട്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊട്ട് തൊടാനായിട്ട്. ഒരു തമിഴ്നാട് സ്റ്റൈലിലൊക്കെ എന്നൊക്കെ അറിയില്ലേ, അതുപോലെ കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഒരു നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട് സ്റ്റൈലിൽ പൊട്ടൊക്കെ തൊടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇത് നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്പ് ഇങ്ങനെ നല്ല ഗ്ലോസി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ലിപ്സ്റ്റിക്കൊന്നും ഇടണില്ല എന്ന് വിചാരിച്ചു. കാരണം ഇതിനൊരു ചെറിയൊരു പിങ്കിഷ് കളറുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ ലുക്കാണല്ലോ എന്ന് ചെയ്യണത്, അതുകൊണ്ടാണ് മെയിനായിട്ട് ലിപ്സ്റ്റിക്ക് ഇടാത്തത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെയും പോകുമ്പോൾ നമ്മുടെ ഈ കുങ്കുമം വെച്ചിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിരുന്നത് കേട്ടോ. ഞാനൊക്കെ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. കുങ്കുമം നമ്മൾ നെറ്റിത്ത് തൊടുമ്പോൾ കുറച്ചെടുത്ത് ചുണ്ടുമ്പോൾ അപ്ലൈ ചെയ്യും. ആദ്യം ഇതുപോലെ ലിപ് ബാമിലോ അല്ലെങ്കിൽ വാസ്ലീനിലോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ലിപ്പൊന്ന് പറ്റുന്നത്. അപ്പോൾ ശരിക്കും ലിപ്സ്റ്റിക്കിൻ്റെ പോലെ തോന്നും. അന്നൊന്നും നമുക്ക് വാങ്ങാനുള്ള കഴിവില്ല. പിന്നെ പഠിക്കണ സമയമല്ല, ആരും അങ്ങനെ വാങ്ങി തരില്ല വീട്ടിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ. മേക്കപ്പ് പ്രൊഡക്റ്റുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കെല്ലാവർക്കും. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് വാങ്ങാം. അന്നൊന്നും അങ്ങനെ ഇല്ല. അപ്പം ഞാൻ സെറ്റ് മുണ്ടാണിത്. സെറ്റ് മുണ്ട് 1 സൈഡാണ് ഇടണത്. പിന്നെ ഇങ്ങനെ ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സെറ്റ് മുണ്ട് 1 ലെയർ ഇട്ടിട്ട് അതിൻ്റെ ഒരു തല എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നത് അതൊരു ഭയങ്കര നല്ലൊരു നാടൻ രീതിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇടാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പിരികൻ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിരികൻ ഞാൻ തന്നെയാണ് ഇപ്പോൾ ത്രെഡ് ചെയ്തേക്കുന്നത് ബ്ലേഡ് വെച്ചിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ മുടി നന്നായി ചീകി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡെയിലി തല കഴുകാറില്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ കേട്ടോ തല കഴുകാറ്. കാരണം ഇപ്പോൾ ജലദോഷം ഒന്ന് മാറി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ എണ്ണ പാറ്റി കുളിച്ച് തുടങ്ങി കഴിഞ്ഞ് റെഡി ആവില്ല. പിന്നെ ചുമ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ മുടി കുറച്ചുകൂടി തുമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ നമ്മൾ സൈഡ് പാർട്ടീഷനാണ് ഇന്ന് ഇട്ട് കൊടുക്കണത്.
അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇത്രയ്ക്ക് സൈഡ് പാർട്ടീഷൻ ഇത്ര അങ്ങോട്ട് എടുക്കാറില്ല, ചെറിയ രീതിയിലാണ് എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ മുടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എടുത്ത് ഇങ്ങനെ പിരിച്ച് വെച്ച് കൊടുത്ത് ക്ലിപ്പ് ഇടുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സ്റ്റൈലുകളൊന്നും അങ്ങനെ പരീക്ഷിക്കാറില്ല, കാരണം എൻ്റെ മുഖത്തിന് അത്രത്തോളം ചേരുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരുപാട് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യുന്ന ആളല്ല. എനിക്കിഷ്ടമാണ് വേറെ കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്, അല്ലാണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ താല്പര്യം തോന്നാറില്ല. ഞാൻ എപ്പോഴും ഒന്നല്ലെങ്കിൽ മുടി അഴിച്ചിട്ട് വെറുതെ ക്ലിപ്പിടുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ക്ലിപ്പിടുക, അല്ലെങ്കിൽ മെടഞ്ഞിടുക, അത്രയും ഞാൻ സ്റ്റൈലുകൾ പരീക്ഷിക്കാറുള്ളൂ കേട്ടോ എൻ്റെ ഹെയറിൽ. അപ്പോൾ ഈ സെറ്റും മുണ്ടാണോ അതോ സാധാ സാരിയാണോ ചുരിദാറാണോ എനിക്ക് ചേരണേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്കും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം സാരികളെക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം എനിക്ക് സെറ്റും മുണ്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ എടുക്കാനും അങ്ങനെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഏട്ടനും അതെ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സെറ്റ് മുണ്ട് എടുക്കുന്നതും സാരി എടുക്കുന്നതൊക്കെയാണ് ഏട്ടനും ഇഷ്ടം. അപ്പോൾ എനിക്ക് സാരി എങ്ങനെയുണ്ട് മാച്ച് ആവണ്ടോന്നൊക്കെ പറയണേ. അപ്പോൾ ഇതാ നമ്മുടെ മുടി കെട്ടൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുടിയെല്ലാം കൂടി ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂ വയ്ക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മുല്ലപ്പൂ നമുക്ക് എല്ലാ വീഡിയോസിലും വാങ്ങാനായിട്ടുള്ള സാഹചര്യം ഇല്ല, നമുക്ക് ഇവിടെ അടുത്ത് കിട്ടാനായിട്ട് കുറച്ച് ഇതാണ്. അപ്പോൾ ഞാൻ കനകാമ്പരത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും നമ്മുടെ ഡൂപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരുങ്ങി വന്നപ്പോൾ ഒരു തമിഴ് ലുക്ക് ഉണ്ട് അല്ലേ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഈ ലുക്ക് ഇഷ്ടമായി കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണം. അപ്പോൾ ഓണമൊക്കെയല്ലേ, അപ്പോൾ എല്ലാവർക്കും മുൻകൂറായിട്ട് എൻ്റെ വക ഓണം ആശംസകൾ. പ്രത്യേകിച്ച് ഇന്ന് അത്താണ്, ഇന്ന് എല്ലാവിധ അത്താശംസകളും നേരുന്നു. അപ്പോൾ ഇനിയൊരു സിന്ദൂരത്തിൻ്റെ കുറവും കൂടി ഉണ്ട്, അപ്പോൾ ഞാൻ സിന്ദൂരം കൂടി തൊട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് വള ഇട്ടില്ല അല്ലേ, വളയും കൂടി ഇടണം. അപ്പോൾ സിന്ദൂരം ഞാൻ നല്ല രീതിക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല എന്താ പറയുക വലിയ രീതിയിൽ എന്താ പറയുക നമ്മുടെ ശിങ്കാർ വെച്ചിട്ടാണ് തൊട്ടേക്കണത്. അത് കഴിഞ്ഞ് നമുക്ക് വള ഇടാം കേട്ടോ. വള എൻ്റെ മാച്ചിന് ഒരു നീല കളർ വള കിട്ടിയിട്ടുണ്ട്, കുപ്പിവളയാണ് കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ഈ നീല ബ്ലൗസുമ്മ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ രണ്ട് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഈ ബ്ലൗസിൻ്റേത്. അപ്പോൾ ഞാൻ റെഡും ബ്ലൂവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കണത് കേട്ടോ. കുപ്പിവള എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, ഭയങ്കര വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുപ്പിവള ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സജഷൻസൊക്കെ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ലുക്ക് എന്ന് പറയാം. അപ്പോൾ കമ്മൽ ഞാൻ ഒരു സിൽവറിൻ്റെ ഒരു ജിമിക്ക് കമ്മലാണ് ഇട്ടേക്കണത്. പിന്നെ മാല ഒന്നും ഇട്ടില്ല, സിമ്പിളാണ്, നമ്മൾ നാടൻ സ്റ്റൈലല്ലേ ചെയ്യണത്. അപ്പോൾ വേറെ ഒരു വിധ പുട്ടിയോ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, സിമ്പിൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.